ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടി ഒരു അര കപ്പ് അളവിൽ പൈനാപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത പൈനാപ്പിൾ ഒരു ചട്ടിയിലേക്ക് മാറ്റുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കുക. 1/4 കപ്പ് തേങ്ങയും കുറച്ച് ജീരകം, പച്ചമുളക്, കറിവേപ്പില. തേങ്ങയും ജീരകവും ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് അളവ് തൈര് കൂടി നമുക്ക് ആവശ്യമുണ്ട്. തൈര് ഇതെല്ലാം വെന്തതിന് ശേഷം ലാസ്റ്റാണ് ഒഴിക്കേണ്ടത്. പൈനാപ്പിൾ കുറച്ച് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്ത് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായി ഒരു ചെറിയ പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരപ്പച്ചടിയാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് പൈനാപ്പിൾ വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി യോജിപ്പിച്ചെടുക്കുക. പൈനാപ്പിൾ പച്ചടി ഒന്ന് കുറുകി വന്നതിന് ശേഷം കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരും ചേർത്ത് ഇതിൽ താളിക്കാൻ ആവശ്യമായ വറ്റൽമുളകും, കടുക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചടി റെഡി.